സംസ്ഥാനത്തെ വിവിധ CPM ഏരിയ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുള്ള തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ തുടരുകയാണ്. ഏതാണ്ട് എല്ലാ ഏരിയ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും വ്യക്തിപരമായ ചില മന്ത്രിമാർക്കെതിരെയും ഒക്കെ തന്നെയാണ് രൂക്ഷമായ വിമർശനം ഉയരുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് നേമമണ്ഡലത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ പരാജയമാണ്. നേമമണ്ഡലത്തിൽ ചില CPM നേതാക്കൾ BJPക്ക് വോട്ട് മറിച്ചുവിറ്റു എന്നുള്ള പുതിയ ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. നേമം ഏരിയ കമ്മിറ്റിയിൽ MV ജയരാജൻ അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഈ ഒരു വാഗ്വാദം ഉണ്ടായത്. വ്യാപകമായി ചില CPM നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റു ചിലർ ശബ്ദമുയർത്തിയപ്പോൾ വേറെ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരും രംഗത്ത് വന്നു. മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയുടെ പിടിപ്പുകേടും അതുപോലെ തന്നെ പിണറായി വിജയൻ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ജനവിരുദ്ധ നയങ്ങളുമാണ് നേമത്തടക്കം പ്രതിഫലിച്ചത് എന്നും CPM തോറ്റ മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ ഇതൊക്കെ തന്നെയായിരുന്നു പ്രതിഫലന കാരണങ്ങൾ എന്നുമാണ് ഇപ്പോൾ പൊതുവെ വിലയിരുത്തുന്നത്. എല്ലാ ഏരിയ കമ്മിറ്റികളിലും പിണറായിക്കെതിരെ ഒരു വാക്കെങ്കിലും പറയാത്ത ഒരു യോഗം പോലും ഉണ്ടായിട്ടില്ല എന്നാണ് സൂചനകൾ. രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ ഇടയായത് ശിവൻകുട്ടിയുടെ പിടിപ്പുകേടാണെന്നും അതുപോലെ തന്നെ BJPക്ക് വോട്ട് മറിച്ചുവിറ്റതാണെന്നും BJP അവിടെ വലിയ ഡീൽ നടത്തി എന്നുള്ള ആരോപണങ്ങളും ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ ഉയരുന്നു. നേമം ഏരിയ കമ്മിറ്റി വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സീറ്റാണ് നേമമണ്ഡലത്തിൽ. അത് തീർച്ചയായിട്ടും ലഭിക്കുമായിരുന്നു. അത് ലഭിക്കാതെ പോയത് CPMലെ ചിലരുടെ കഴിവുകേടും അവർ വോട്ട് മറിച്ചുവിറ്റതുമാണ് എന്ന് ഒരു മുതിർന്ന നേതാവ് ആരോപണമുന്നയിച്ചു. ഈ വിഷയങ്ങളിലൊന്നും MV ജയരാജൻ ഒരു മറുപടിയും പറഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ്. പിണറായി വിജയനെതിരെ വരെ ശക്തമായ ആരോപണങ്ങൾ തിരുവനന്തപുരം നേമം ഏരിയ കമ്മിറ്റിയിൽ ഉയർന്നു വന്നപ്പോഴും MV ജയരാജൻ മൗനം പാലിക്കുകയായിരുന്നു എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ ഒന്നടങ്കം പിണറായി LDF വിരുദ്ധ അഭിപ്രായങ്ങളാണ് ഇങ്ങനെ ഉയർന്നു വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം പിണറായി വിജയൻ എന്ന വ്യക്തിക്കെതിരെ, ആ വ്യക്തിപ്രഭാവത്തിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ്. ഇതിനെ വ്യക്തിപ്രഭാവം എന്ന് പറയാൻ പറ്റില്ല എന്നും വ്യക്തിയുടെ ബലഹീനതയായിട്ട് വേണം കാണണം എന്നുമാണ് ഏരിയ കമ്മിറ്റികളിൽ ഉയരുന്ന അഭിപ്രായങ്ങൾ. അതുപോലെ വിവിധ ജില്ലാ കമ്മിറ്റികളിലും ഇത്തരം അഭിപ്രായങ്ങൾ തന്നെയാണ് കടന്നു വന്നത്. കണ്ണൂർ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള മിക്ക ജില്ലാ കമ്മിറ്റികളിലും പിണറായി വിജയനെതിരെ ഒരു വാക്കെങ്കിലും പറയാത്ത ഒരു മീറ്റിംഗ് പോലും അടുത്ത കാലത്ത് നടന്നിട്ടില്ല. തിരിച്ചു വരും എന്ന് EP ജയരാജൻ അടക്കം പറയുമ്പോഴും തെറ്റിതിരുത്തും എന്നൊക്കെ തന്നെ MV ഗോവിന്ദൻ മാഷ് പറയാതെ പറയുമ്പോഴും CPMന്റെ ആ ഒരു അധപ്പതനത്തിന് കാരണം, ഇത്ര വലിയ തിരിച്ചടിക്ക് കാരണം പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയും മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയുമാണ് എന്ന് പൊതു അഭിപ്രായമാണ് ഇപ്പോൾ ഉയരുന്നത്. പിണറായി തിരുത്താതെ പാർട്ടിക്ക് മുമ്പോട്ട് പോകാനാകില്ല. പിണറായി നിന്നു കഴിഞ്ഞാൽ പാർട്ടി എല്ലായിടത്തും തോൽക്കും. പിണറായി പ്രതിപക്ഷ നേതാവായത് ഒട്ടും ശരിയായ നടപടിയല്ല. ധർമ്മടം MLA സ്ഥാനം പോലും ഇദ്ദേഹം രാജിവെക്കണമെന്നും ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണമെന്നും ഏരിയ കമ്മിറ്റികളിലും ജില്ലാ കമ്മിറ്റികളിലും അഭിപ്രായങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കൂടുതൽ കലുഷിതമാകാനുള്ള സാധ്യതയും ഉണ്ട്.